അവിടെ മുത്താണോ? കല്ലിപ്പെണ്ണി എന്താണ് കൈയെല്ലാം കൂടെ വായി കുത്തി കയറ്റുന്ന? കുഞ്ഞുപിരി കുഞ്ഞുപിരി ടാറ്റ പോവാം, ടാറ്റ പോവാം, ടാറ്റ പോവാടാ. ഇച്ചു ടാറ്റ പോവാ. ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഒരിടത്ത് ടാറ്റ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണേ. നമ്മളിന്ന് ദുബായിലെ ഫിഷ് മാർക്കറ്റ് കാണാൻ പോവാ. എന്ത് കാണാനാ? ഫിഷ് മാർക്കറ്റ് കാണാൻ. വെറും ഒരു ഫിഷ് മാർക്കറ്റ് അല്ല കേട്ടോ, ഒത്തിരി കാണാനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനും പോയിട്ടില്ല. ഇതിനു മുമ്പ് തന്നെ പോയായിരുന്നു, പക്ഷെ ആ ടൈമിൽ അകത്ത് കയറാൻ പറ്റില്ല. അത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നേ. അപ്പോൾ വാതിക്ക് ചെന്നപ്പോഴേ ഈ സ്മെല്ലെല്ലാം കൂടെ അടിച്ചിട്ട് അകത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും നമുക്ക് പോയി കാണാം. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അല്ലേ അല്ലേ ആള് ഒക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുന്നതേ ഉള്ളൂ. നീ വാങ്ങിക്കാൻ പോവാ നമ്മള്. കുഞ്ഞുപിരി നമ്മള് എവിടെയാ? ഫിഷ് മാർക്കറ്റിലോ? എന്തിനാ ഫിഷ് മാർക്കറ്റിൽ പോന്ന? ഫോറാണോ അത്? 5 ചിക്കൻ വാങ്ങിക്കാനാ? ചിക്കൻ അല്ലടാ, ഫിഷ് വാങ്ങിക്കാൻ. എന്തൊക്കെ കഷ്ടപ്പാടല്ലേ ഈ പിള്ളേരെയും കൊണ്ട് പുറത്ത് പോകണമെങ്കിൽ. മുമ്പ് നമ്മൾ വെറുതെ ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. അതായത് ആദ്യയുടെ ഡെലിവറി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യക്കൊരു 1 year ആയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും ബാഗിൽ വൈറ്റ്സ് അങ്ങനെയൊക്കെ കരുതുമല്ലോ. ആദ്യം കുറച്ച് വളർന്നു കഴിഞ്ഞിപ്പം 4 വയസ്സാവുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈ വീശി പോകലായിരുന്നു, ഒന്നും എടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതേ അടുത്ത ആളായപ്പോൾ വീണ്ടും ബാഗിൽ എന്തൊക്കെ കരുതണം? വൈപ്സ്, എക്സ്ട്രാ ഉടുപ്പ്, ടവൽസ്, പാൽക്കുപ്പി, അങ്ങനെ എല്ലാം പറക്കി കെട്ടി ഒരിടത്ത് പോകുന്നെങ്കിൽ നമ്മൾ റെഡി ആവാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. ഇവരുടെ പുറകെ നടന്ന് എന്തൊക്കെ പരിപാടി ഒപ്പിക്കണം. ഇവിടെ ബേബിക്കാണെങ്കിലേ ഞാൻ എപ്പോഴും ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്തിട്ട് ഇപ്പോൾ കുപ്പി കൊടുക്കുമ്പോൾ ഒട്ടും കുടിക്കില്ല. അപ്പം ഞാൻ ഇപ്പോൾ പമ്പ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പ്. അപ്പോൾ ഇപ്പം 2 ദിവസം ആൾ കൊടുത്തു തുടങ്ങിയിട്ട് ആൾ ഭയങ്കര കരച്ചില്ല കൊടുക്കുമ്പോഴേ. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ച ഇന്ന് പോകുമ്പോൾ എന്തായാലും കുറച്ച് പാല് പമ്പ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചെടുത്തപ്പം പമ്പിൽ ചാർജില്ല, അത് വേറെ കാര്യം. ഉള്ള ചാർജിൽ കുറച്ച് എടുക്കാൻ നോക്കിയപ്പം പാലൊന്നും വരുന്നില്ല. അപ്പം അമ്മ ഒരു സാധനം ഉണ്ടാക്കി തരും കേട്ടോ, കലക്കി എന്തൊക്കെയോ സാധനമാക്കിയിട്ട് ഉണ്ടാക്കി തരും. അത് കുടിക്കുമ്പോൾ പാല് പെട്ടെന്ന് വരാറുണ്ട്. അതിനി വൈകിട്ട് വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാനിടാം. കാരണം ഒത്തിരി പേർക്കുണ്ടല്ലോ ഈ ബുദ്ധിമുട്ട്, ആവശ്യത്തിന് പാലില്ലാതിരിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ട് 11:30-12 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞാണ്. ഇപ്പം സമയം 1:30 നമ്മൾ എന്തായാലും 1 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന്. 2 മണിയാവും അവിടെ എത്തുമ്പോൾ. കുഞ്ഞാപ്പിത് ഇവിടെ ഒരുങ്ങി റെഡി ആയിട്ട് കിടപ്പുണ്ട്. തട്ട് പോവാം. അവിടെ നിന്ന് കിട്ടുന്നതോ? 2. അവിടെ മീൻ മാർക്കറ്റിന്റെ അടുത്ത് നമുക്ക് ഈ 2 ദിർഹംസിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിരുന്ന സംഭവം. 2 ദിർഹംസിന് ഐസ്ക്രീം കിട്ടും. അവ ചെല്ലുമ്പോഴേ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അത് വാങ്ങിക്കാനായിട്ടുള്ള ചില്ലറ തപ്പുമാണ്. പോവാമേ, വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 2 പേര് താഴോട്ട് പോയിട്ട് അച്ഛനും മോനും കൂടെ താഴോട്ട് പോയി കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പോവാം. ഇതെന്താണ് നിന്റെ മോണി സ്പൈക്ക്? ഇതെന്താ? ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മൾ മീൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം മീൻ വാങ്ങിക്കുക എന്നുള്ളതല്ല കേട്ടോ. അവിടേക്കൊന്ന് ചുറ്റി കാണുക എന്നുള്ളതാ. ശരിക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് തന്നെയാണ്. നമുക്ക് കുട്ടികളായിട്ട് പോയാലും അവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നതേ കുഞ്ഞാപ്രി ആയതിനു ശേഷം എനിക്ക് മിസ്സായതാട്ടോ ഈ കാറിലെ ഫ്രണ്ട് സീറ്റ്. ഇവിടെ ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളായതിനു ശേഷം ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞുങ്ങൾ 2 പേരെയും ബാക്കിലിരിക്കണം. കാറിലിരുന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ല. അറിയാമല്ലോ കുഞ്ഞുങ്ങളായിട്ടുള്ള മേളം. അങ്ങനെ നമ്മളിതേ ഫിഷ് മാർക്കറ്റിലെത്തി. നമ്മൾ മുകളിലാണ് പാർക്ക് ചെയ്തത്. അതുകൊണ്ട് ലിഫ്റ്റ് വഴി താഴോട്ട് ഇറങ്ങുക ചെയ്തത്. ഈ ബോർഡ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതാണ് ലാർജസ്റ്റ് ഫുഡ് മാർക്കറ്റ് ഇൻ ദുബായ് എന്ന്. പക്ഷെ അത് നേരത്തെ അറിയില്ലായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ സ്ഥലം. കണ്ട ഒരു മീൻ മാർക്കറ്റ് പോലെ ഉണ്ടോ? ഇതിൽ മീൻ മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, ഒരു വലിയ മോള് പോലെയാ. എല്ലാ സെക്ഷൻസും ഉണ്ട്. അതുവഴി നമുക്ക് പോകുമ്പോൾ ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, അങ്ങനെ സെപ്പറേറ്റ്. എന്തോ അമ്മേ? പുളിമിഠായി എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ. മീൻ മാത്രമല്ല, എല്ലാം ഉണ്ട്.
ഞാൻ പണ്ട് മീൻ കഴിക്കത്തില്ലായിരുന്നേ. പണ്ടെന്നല്ല, ഇപ്പോഴും കുറച്ചൊക്കെ കുഞ്ഞു കുഞ്ഞു മീൻ ഇങ്ങനെ വറുത്ത് തന്നാൽ കഴിക്കും, പിന്നെ മത്തി കഴിക്കും. അതല്ലാതെ അതിനപ്പുറം വേറൊന്നും കഴിക്കത്തില്ല. പക്ഷെ മീനൊക്കെ കാണാനൊരു കൊതി. അമ്മ പിന്നെ മീനൊന്നും കണ്ടാലേ ചാടി വീഴും. മീനില്ലാതെ അമ്മയ്ക്ക് ഇറങ്ങില്ല. ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം, എല്ലാം മീനും. ഈ മുകളിൽ ലൈറ്റിങ് ഉണ്ട്, അതെല്ലാം ഫിഷ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റം. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള തന്നെയാണെന്ന്. പിന്നെ അതേ നമ്മുടെ വള്ളമില്ലേ, ബോട്ട്, മീൻ പിടിക്കുന്ന, അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നടന്നത് അവസാനം ഫിഷ് മാർക്കറ്റിലോട്ട് കയറുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ, അവിടുത്തെ ആ വൃത്തിയാണ്. ആക്ച്വലി ഇതൊരു മീൻ മാർക്കറ്റ് പോലെ തോന്നില്ല. നമ്മൾ ലുലുവിലൊക്കെ പോയി വാങ്ങിക്കില്ലേ, നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഒരു സെക്ഷനിൽ മീൻ വാങ്ങിക്കാൻ പോകുന്ന ഒരു സെക്ഷൻ, അതുപോലെ തന്നെ അത്രയും വൃത്തിയായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 500ഓളം ചെറിയ ചെറിയ കടകളാണ്. എല്ലാം ഒരൊറ്റൊരാളുടെ അല്ല, ഓരോ സെക്ഷൻസ് ആണ്. അവിടെ എല്ലാവരും നല്ല യൂണിഫോംസ്, ആ ബ്ലൂ കളറിൽ കാണുന്നില്ലേ, എല്ലാവർക്കും ഒരേപോലെ യൂണിഫോംസ് ഉണ്ട്. എല്ലാവരും യൂണിഫോം ഇട്ട് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള, അത്ര ബഹളം, ഈ മാർക്കറ്റിലെ ബഹളമൊന്നുമില്ല. എന്നാൽ നമുക്ക് ബാർഗെയിൻ ചെയ്തെല്ലാം വാങ്ങിക്കാനും പറ്റും. നമുക്ക് അങ്ങോട്ട് ചെല്ലും തോറും ഓരോരുത്തർ ഓരോന്നായിട്ട് വരും, എല്ലാം നമ്മളെ കാണിച്ചു തരും. നമുക്ക് ഫ്രഷ് ആണോ നോക്കി നമുക്ക് വേണ്ട വില അങ്ങോട്ട് പറഞ്ഞ് അവരിങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഇഷ്ടമുള്ളതിനെ വാങ്ങാം. പിന്നെ വാങ്ങിക്കുക എന്നുള്ളതിലുപരി കാണാൻ, നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാതെ അത്ര അടിപൊളി മീനുകൾ അവിടെ ഉള്ളത്. നമ്മളവിടെ മൊത്തം ചുറ്റി കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 100-500ഓളം വെറൈറ്റീസ് ഓഫ് മീൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതുവരെ കാണാത്ത തരം എന്തൊക്കെയാ അവിടെ കണ്ടേന്ന് അറിയില്ല. ഇത് അമ്മ ഉണ്ടോ, അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അമ്മ ഈ വാള മീൻ കണ്ടിട്ടുണ്ടല്ലോ, അമ്മയുടെ ആ മുഖത്തെ ഹാപ്പിനെസ് ഉണ്ടോ, വേറെ എന്ത് കണ്ടാലും അമ്മയ്ക്ക് ഇത്രയും സന്തോഷാവില്ല കേട്ടോ. അമ്മയ്ക്ക് മീനെല്ലാം കൂടെ കണ്ടിട്ട് ആക്രാന്തമായല്ലോ. വാള ഭയങ്കര ഇഷ്ടമാണ്. ഏതാ വാള? ഇതാണോ വാള? നോക്ക്, 5 കിലോ വേണോ? 8 കിലോ ഉണ്ടാവും. 8 കിലോ ഉണ്ട്. അയ്യോ, ഞങ്ങൾ ഒരാളെ നമ്മുടെ ചെറിയ കൊഞ്ച് തൊട്ട് അങ്ങനത്തെ ഏറ്റവും വലിയ, ഏറ്റവും വെയിറ്റ് കൂടിയ മീൻ വരെ അവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇതൊരു കാണാനുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പോ ഈ കാണുന്ന ഈ കറുത്ത സാധനം ഇല്ലേ, ഇതിന് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കറിയില്ല കേട്ടോ. അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലൈവായിട്ട് അവിടെ ഓയിസ്റ്റർ ഇല്ലേ, നമ്മുടെ മിസ്റ്റർ ബീന്റെ പടത്തിൽ കാണുന്ന ആ സാധനം, അത് നമുക്ക് ലൈവായിട്ട് അവർ നാരങ്ങാനീരൊക്കെ ഒഴിച്ച് കഴിക്കാൻ തരായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഒന്നും അങ്ങനെ പച്ചയ്ക്ക് തിന്നാനായിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിച്ച് കഴിച്ചില്ല. പക്ഷെ ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടോ ലൈഫിലൊരു മീൻ മാർക്കറ്റ് കണ്ടിട്ട് ഇത്രയും എക്സൈറ്റഡ് ആവുന്നത്. എക്സൈറ്റഡ് ആവാനുള്ള കാര്യം അവിടെ തന്നെ ഉണ്ട്, അതവിടെ ചെല്ലുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കൈ കിട്ടിയ കുറേ മീൻ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-6 കിലോ മീൻ നമ്മൾ വാങ്ങിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാനുള്ള കാര്യം, ഇതുപോലെ ഒരുപാട് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പലതരം മീൻസ്. കുഞ്ഞുങ്ങളൊക്കെ അതിന്റെ മുമ്പിൽ ചെന്ന് എന്തോരം എൻജോയ് ചെയ്യുന്ന, കുഞ്ഞുങ്ങൾ മാത്രമല്ല നമ്മൾ പോലും ഇത് കണ്ടിട്ട് വലിയ വലിയ ലോബ്സ്റ്റേഴ്സ്, ക്രാബ്സ്, ഈല്, അങ്ങനെ നമ്മൾ സീല് കാണുന്നത്, സീന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്. സീന്ന് കാണുന്ന വലിയ വലിയ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് മീൻ വാങ്ങിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമുക്ക് അടുത്തത് വെജിറ്റബിൾ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോവേണ്ടത്. പറമ്മ, ഇനി എന്താ വാങ്ങണം? നമുക്ക് നല്ല പഴുത്ത മാങ്ങ ഇട്ടെങ്കിൽ എടുക്കാം. കോവിലകം മാമ്പഴപ്പുളിശ്ശേരി ഇല്ലേ, കോവിലകം മാമ്പഴപ്പുളിശ്ശേരി. പിന്നെ മുട്ട അവിടെ ഇവിടുന്ന് കിട്ടി, നല്ല മാങ്ങ വാങ്ങിയ നമ്മൾ. ഇവിടുത്തെ അടുത്ത സെക്ഷനാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കിട്ടും. ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും, അത്രയ്ക്ക് ഫ്രഷ് ആണ്. അതായത് നാട്ടിൽ നിന്ന് കയറ്റി വരുന്നതും പിന്നെ ഇവിടുത്തെ ഫാംസിൽ കൃഷി ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം വില ഒരു പ്രശ്നമല്ല. ഫ്രഷ് വെജിറ്റബിൾസ് വേണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമ്മൾ വാങ്ങിച്ചില്ല, കാരണം കീറും. നോർമലായിട്ട് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പോലെ അല്ല വെജിറ്റബിൾസ്, അതിനേക്കാളും ഒരു 2 ഇരട്ടി 3 ഇരട്ടിയോളം വില കൂടുതലാണ്. പക്ഷെ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, കാരണം സാധനം അത്രയും ടേസ്റ്റും ആയിരിക്കും. ഈ സ്വീറ്റ് മെലൺ ഉണ്ടല്ലോ, നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തായിരുന്നു. എത്ര തവണ സ്വീറ്റ് മെലൺ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കഴിച്ച സ്വീറ്റ് മെലന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അത്ര ഫ്രഷ് ആയിട്ടായിരുന്നു, അത് കാണുമ്പോഴേ മനസ്സിലാവും. കിടിലായിട്ടല്ല. നമ്മളങ്ങനെ അവിടെ നിന്ന് ഒരു സ്വീറ്റ് മെലൺ വാങ്ങിച്ചു. പക്ഷെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ വേറെ എവിടെയോ വായി നോക്കി എന്നിട്ട് അവരോട് ഒരു സ്വീറ്റ് മെലൺ എടുത്തോളാനാ പറഞ്ഞ. പക്ഷെ അവരെടുത്ത് നമ്മൾ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് അതൊന്ന് കേടായ സ്വീറ്റ് മെലൺ ആയിരുന്നു. അപ്പൊ അവിടെ ചെറുതായിട്ട് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചല്ല കേട്ടോ.
എന്നാലും അപ്പൊ അതുകൊണ്ട് വാങ്ങിക്കുമ്പോ നല്ല ശ്രദ്ധിക്ക് വാങ്ങിക്കണം. മണമില്ല, പക്ഷേ മണമില്ല, മധുരം ഉണ്ടല്ലേ? മധുരമുണ്ട്. അതെന്ത് മണമാണ്? സാമ്പാറുണ്ടോ? അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയ പഴുത്ത മാങ്ങ, കോവിലകം പുളിശ്ശേരിക്കുള്ള മാങ്ങ കിട്ടി. പിന്നെ നമ്മൾ മിസ്സാക്കാതെ എപ്പോഴും വാങ്ങുന്നതാണ് ഇവിടുന്ന് നാടൻ മുട്ടയും കാടൻ മുട്ടയും. രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നല്ല പ്യുവർ നെയ്യ്, നാട്ടിലെ നെയ്യ് ഉണ്ടല്ലോ, അതും അവിടെ കിട്ടും. അപ്പോഴാണ് ഈ ഓസ്ട്രിച്ച് മുട്ട കയ്യിൽ പെട്ടത്. പക്ഷെ ചെന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് സാധനം പൊട്ടിച്ചിട്ട് തോട് മാത്രമാണ് അവരത് ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് കാണാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഇത് എങ്ങനെ ഉണ്ടെന്ന് കാണാനായിട്ട് അത് നമുക്ക് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. എന്താ പറയാനുള്ള ഐസ്ക്രീം മേടിക്കാൻ പറ്റുന്നില്ലല്ലോ നോക്കല്. നമ്മളെ കുറച്ച് അധികം നടന്നിട്ട് ഈ ഐസ്ക്രീം ഷോപ്പ് നേരത്തെ കണ്ടില്ലായിരുന്നു. അതിന്റെ വിഷമാണ് അമ്മ പറഞ്ഞത്. പക്ഷെ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. ഈ 2 ദിർഹത്തിന്റെ ഐസ്ക്രീം ഇവിടെ ദുബായിൽ കുറച്ച് വൈറലാണ്. കാരണം അതിന് മാത്രമുള്ള ടേസ്റ്റ് അതിനുണ്ട്. പിന്നെ നമ്മളിത് തൂക്കിയാ വാങ്ങുന്നത്. എനിക്ക് 150 ഗ്രാമിന് എന്തോ 2 ദിർഹംസ്. ഇത് നമ്മൾ തൂക്കി വരുമ്പോൾ 150 അല്ല, പക്ഷെ എന്നാലും ഒത്തിരി ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പോയിട്ട് എല്ലാവരും കൂടി ഇടിയായിരുന്നു ആദ്യമായിട്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ കണക്ക് കൂട്ടി 3 എണ്ണം പ്രത്യേകം വാങ്ങിച്ചു. എനിക്ക്, അമ്മയ്ക്ക്, മോന്. അവസാനം ഇടിയിടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ 3 എണ്ണം പല ഫ്ലേവേഴ്സിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് പോയത്. സമയം ഇപ്പൊ എത്ര ആയി? ഇപ്പൊ 4 മണി ആവുന്നു. 2 മണിക്കൂറൊന്നും നിന്നില്ല. 2 മണിക്കൂറൊന്നും നിന്നില്ല. കിടന്നിറങ്ങി സാധനമൊക്കെ വാങ്ങിച്ച് കറക്റ്റ് 1 മണിക്കൂർ കണ്ട് നമ്മള് മേടിച്ചിട്ടാവും. പിന്നെ വന്ന് നമ്മള് ഐസ്ക്രീമിന്റെ സെക്ഷനിലാണ്. പക്ഷെ വിശക്കുന്നു. ഇനി സ്വിമ്മിങ് ക്ലാസ്സിന് പോണം. സമയം അപ്പൊ നേരെ അവിടെ ഇറങ്ങിയിട്ട് ആപ്പിൾ ഇരിപ്പുണ്ടല്ലേ തരാൻ പറഞ്ഞപ്പോ അവ സ്പൂണിന്റെ അറ്റം തൊട്ടെനിക്ക് വായിച്ചു. ഇവിടെ ആദിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. പക്ഷെ നമ്മൾ എപ്പോഴും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. എപ്പോഴും വാങ്ങിച്ചു കൊടുത്താൽ അവൻ ഇപ്പൊ ഈ കാണിക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു പ്രത്യേകത കേട്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ പുറത്ത് പോകുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് വേണ്ട ഇവിടെ തന്നെയാണ്. ഇല്ല ഞങ്ങള് പോവാ.